പോലീസിനെതിരായ ഭീഷണി പ്രസംഗത്തിൽ ഉറച്ച KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ്. പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞതെന്നും കേസെടുത്താലും ജയിലിലടച്ചാലും പ്രശ്നമില്ലെന്നും സൂരജ്. കേരളത്തിലെ പോലീസിനോടാണ്. KSU പ്രവർത്തകരുടെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയുള്ള വികാരം പ്രകടിപ്പിച്ചു എന്നതിന്റെ പേരിൽ കേസെടുത്താലും ജയിലിലടച്ചാലും ശരി, അതിൽ അഭിമാനമേ ഉള്ളൂ. ആ അഭിമാനകരമായ പ്രവർത്തനവും തുടർന്ന് മുന്നോട്ട് പോകാനാണ് KSUവിന്റെ തീരുമാനം. വലിയ വികാരം ജില്ലയിൽ പോലീസിനെതിരെയുണ്ട്. അകാരണമായാണ് ഒരു സ്വാഭാവികമായ പോലീസ് നടപടിയെ സമരം ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ, ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയിൽ അതിനെ ബഹുമാനിക്കുന്ന, ആദരവോടെ കാണുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷേ പോലീസിന്റെ നടപടി, നീതിന്യായ സംവിധാനത്തെ പരിപാലിക്കേണ്ട ആളുകൾ അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് വകവെച്ചു കൊടുക്കാൻ തൽക്കാലം ജില്ലയിലെ KSU തയ്യാറല്ല. VT സൂരജിന്റെ ഭീഷണി പ്രസംഗത്തെ ന്യായീകരിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ രംഗത്തെത്തി. വൈകാരികമായ സൂരജ് നടത്തിയ പ്രസംഗം പ്രാവർത്തികമാക്കാൻ പോലീസ് നിർബന്ധിക്കരുതെന്നും VP ദുൽഖിഫിൽ. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആണ് ഈ അക്രമങ്ങൾക്കൊക്കെ കാരണക്കാരനായത് എന്ന് പറഞ്ഞിട്ട് മൊഴി കൊടുത്തിട്ടും ആ മൊഴി ഏകദേശം ആ പോലീസുകാരൻ തന്നെ അംഗീകരിച്ചിട്ടും ഈ സമയം വരെ FIRൽ പേര് ചേർക്കാതെ അൺനോൺ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പോലീസ് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ തീർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, വൈകാരിക തലത്തിൽ നടത്തിയ പ്രസംഗം അത് പ്രാവർത്തികമാക്കാൻ കോഴിക്കോട് പോലീസ് നിർബന്ധിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗോകുൽ K വേണുഗോപാലുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, കേസെടുത്തിരുന്നു സൂരജിനെതിരെ. പക്ഷേ ഈ KSU പോലീസ് ഫൈറ്റ് കോഴിക്കോട് അത് തുടരും എന്ന സൂചനയാണല്ലോ നൽകുന്നത്. ഒപ്പം യൂത്ത് കോൺഗ്രസ് കൂടി KSU നേതാവിന്റെ ഈ പ്രസംഗത്തിന്, ഈ വാക്കുകൾക്ക് പിന്തുണയുമായി എത്തുന്നു. ഗോകുൽ, ശരിയാണ്. ഇന്നലെയായിരുന്നു ഈ KSUവിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിരുന്നുള്ള VT സൂരജ് ഇത്തരത്തിലൊരു ഭീഷണി പ്രസംഗം നടത്തിയത്. കസബ മുൻ CI കൈലാസ്നാഥ്, കോഴിക്കോട് ടൗൺ മുൻ ACP ബിജുരാജ് എന്നിവർക്ക് നേരെയായിരുന്നു ഭീഷണി പ്രസംഗം. മുൻപ് KSU പ്രവർത്തകർ കോഴിക്കോട് ജില്ലയിൽ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സമയത്ത് ഈ പോലീസുകാരുടെ നേതൃത്വത്തിൽ KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും അവർക്കെതിരെ നടപടി ഉണ്ടായിരുന്നില്ല എന്നുമാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് VT സൂരജ് പറയുന്നത്. ഇനി ആ പോലീസുകാരെ ഏതെങ്കിലും സമരമുഖത്ത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ തലയടിച്ചു പൊട്ടിക്കുമെന്നായിരുന്നു ഭീഷണി പ്രസംഗം. അത് വലിയ വിവാദമായി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ വിശദീകരണം ചോദിച്ച സമയത്താണ് അതേ കാര്യം ആവർത്തിച്ചത്. ഇത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്ന പോലീസുകാർക്കെതിരെ അതേ രീതിയിലുള്ള സമീപനമായിരിക്കും KSU സ്വീകരിക്കുക. ഏതെങ്കിലും സമരവുമായി ബന്ധപ്പെട്ട്, അതായത് സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന KSU പ്രവർത്തകരെ ആക്രമിക്കുന്ന പോലീസുകാർക്കെതിരെ പ്രസംഗിച്ചാൽ അതിന്റെ പേരിൽ കേസെടുക്കുകയോ ജയിലിലടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അഭിമാനമാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും പിന്നോട്ടേക്കില്ല എന്ന് KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VT സൂരജ് ആവർത്തിക്കുന്നു. പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത്. ഈ പോലീസുകാർ KSU പ്രവർത്തകരെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെയോ ആക്രമിക്കുന്ന സമയത്ത് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവുന്നില്ല. എന്നാൽ താൻ ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ എവിടെ നിന്നും പരാതി ഇല്ലാതെ പോലും കേസെടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ കോടതിയിൽ പോലീസുകാർ KSU പ്രവർത്തകരെ ആക്രമിച്ചതിന്റെ പേരിൽ കോടതിയിൽ ഒരു മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ നടപടികളൊന്നും ഉണ്ടാവുന്നില്ല. ഇത്തരത്തിൽ കേസെടുത്താലോ അല്ലെങ്കിൽ ആക്രമിച്ചാലോ ഈ KSUവിന്റെ സമരമുഖത്ത് നിന്ന് അവർ പിന്നോട്ടേക്ക് പോവില്ല എന്ന് പറയുന്നു. ബിജുരാജിന്റെയും കൈലാസ്നാഥിന്റെയും പേരെടുത്തുകൊണ്ടായിരുന്നു ഇന്നലെ ഈ പരാമർശം നടത്തിയത്. ഇവരുടെ തലയടിച്ചു പൊട്ടിക്കുമെന്നായിരുന്നു ഇവരുടെ KSU ജില്ലാ പ്രസിഡന്റിന്റെ പ്രസംഗം. KSUവിന്റെ മെക്കിട്ടേക്ക് കയറാൻ വന്നു കഴിഞ്ഞാൽ നോക്കി നിൽക്കില്ല എന്ന് പറയുന്നു. വിവാദമായ സമയത്ത് മാധ്യമപ്രവർത്തകർ വിശദീകരണം ചോദിച്ചപ്പോൾ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഏതായാലും KSU കോഴിക്കോട് അത് പോലീസുമായുള്ളൊരു ഫൈറ്റ് അത് തുടരുമെന്ന സൂചനയാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം അതിന് പിന്തുണയും നൽകുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് പോലീസ് അതിക്രമങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ പലയിടത്തും പോലീസ് KSU യൂത്ത് കോൺഗ്രസ് പരസ്യ ഏറ്റുമുട്ടലിലേക്ക്, സംഘർഷത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നതാണ്. ഗോകുൽ K വേണുഗോപാലാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.